ഹലോ മൈ ഡിയേഴ്സ്, ഗുഡ് ഈവനിങ്. ഇന്നത്തെ നമ്മുടെ റീഡിംഗ് എന്ന് പറയുന്നത് നിങ്ങളെ മറ്റുള്ളവർ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഒരു വ്യക്തിയെക്കുറിച്ച് വിചാരിക്കാം. ആ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ള കാഴ്ചപ്പാട് എന്താണ്, അല്ലെങ്കിൽ നിങ്ങളെ എങ്ങനെ കാണുന്നു എന്നുള്ളത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പൊതുവെ മറ്റുള്ള ആളുകൾ നിങ്ങളെക്കുറിച്ച് എന്താണ് ചിന്തിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളെ എങ്ങനെയാണ് അവർ കാണുന്നത് എന്നറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് തുടർന്ന് കാണാവുന്നതാണ്. ഇതൊരു ജനറൽ ആൻഡ് കളക്റ്റീവ് റീഡിംഗ് ആണ്. എൻ്റെ ഓഡിയൻസിൻ്റെ, എൻ്റെ സബ്സ്ക്രൈബേഴ്സിൻ്റെ കളക്റ്റീവ് എനർജി ടാപ്പ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു റീഡിംഗ് ഞാൻ ചെയ്യുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് കാണുകയാണെങ്കിൽ എനിക്ക് കൂടുതൽ അക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് നിങ്ങൾക്ക് തരാൻ സാധിക്കും. സോ ഈ റീഡിംഗ് കാണുന്നതിന് മുമ്പ് നിങ്ങളൊരു 2 മിനിറ്റ് ഒന്ന് മെഡിറ്റേറ്റ് ചെയ്തതിന് ശേഷം, നിങ്ങളൊന്ന് കാം ഡൗൺ ആയതിനു ശേഷം കാണുകയാണെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് റെസണേറ്റ് ആക്കാൻ പറ്റും. ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾക്ക് എപ്പോഴാണോ ഈ റീഡിംഗ് നിങ്ങളിലേക്ക് എത്തുന്നത് ആ ഒരു സമയം തൊട്ടായിരിക്കും ഈ ഒരു റീഡിംഗ് വാലിഡ് ആവുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് നിങ്ങളെ മറ്റുള്ളവർ കാണാൻ പോകുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി എങ്ങനെയാണ് നിങ്ങളെ കാണുന്നത് എന്നുള്ളതാണ്. സോ നമുക്ക് ടാരോയോട് ചോദിച്ചു നോക്കാം. എങ്ങനെയാണ് മറ്റുള്ളവർ നിങ്ങളെ കാണുന്നത്, എങ്ങനെയാണ് മറ്റുള്ളവർ നിങ്ങളെ കാണുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. ഓഡിയൻസിന് വേണ്ടിയിട്ട് ഒരു ബ്യൂട്ടിഫുൾ റീഡിംഗ്. എങ്ങനെയാണ് നിങ്ങളെ മറ്റുള്ളവർ കാണുന്നത്? യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് മീ ഫോർ ദിസ് റീഡിംഗ്. എങ്ങനെയാണ് നിങ്ങളെ മറ്റുള്ളവർ കാണുന്നത്, എങ്ങനെയാണ് നിങ്ങളെ മറ്റുള്ളവർ കാണുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തി നിങ്ങളെ എങ്ങനെയാണ് കാണുന്നത്. ഓക്കെ, സോ നമുക്ക് കാർഡ്സ് എടുത്ത് നോക്കാം. സോ കാർഡ് നമ്പർ 1, എങ്ങനെയാണ് മറ്റുള്ളവർ നിങ്ങളെ കാണുന്നത്? കാർഡ് റിവീലായിട്ട് തന്നെയാണ് വന്നേക്കുന്നത്. എങ്ങനെയാണ് മറ്റുള്ളവർ നിങ്ങളെ കാണുന്നത്, എങ്ങനെയാണ് മറ്റുള്ളവർ നിങ്ങളെ കാണുന്നത്? കാർഡ് നമ്പർ 3, എങ്ങനെയാണ് മറ്റുള്ളവർ നിങ്ങളെ കാണുന്നത്? നിങ്ങളുടെ എന്ത് ഗുണങ്ങളാണ് അവർ മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ എന്ത് വീക്ക് പോയിൻ്റാണ് മറ്റുള്ളവർ കൂടുതലായിട്ട് കാണുന്നത് എന്നുള്ളതാണ്. എങ്ങനെയാണ് നിങ്ങളെ മറ്റുള്ളവർ കാണുന്നത്? 1 മോർ കാർഡ് നോക്കാം. എങ്ങനെയാണ് നിങ്ങളെ മറ്റുള്ളവർ കാണുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നിങ്ങളെക്കുറിച്ച് അവർ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്? ഓക്കെ, ഇനി നമുക്ക് കാർഡ്സ് ഒന്ന് റിവീൽ ചെയ്ത് നോക്കാം. ഓക്കെ, കാർഡ് നമ്പർ 1, കിങ് ഓഫ് പെൻറ്റക്കിൾസ്, ഏസ് ഓഫ് പെൻറ്റക്കിൾസ് വന്നിട്ടുണ്ട്. ഓക്കെ, 10 ഓഫ് കപ്സ്, പേജ് ഓഫ് പെൻറ്റക്കിൾസ്, 2 ഓഫ് വാണ്ട്സ്. ഓക്കെ, സോ നമുക്കിതൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഇപ്പോൾ നിങ്ങളൊരാളെക്കുറിച്ച് മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളെ കാണുന്നതെന്ന് പറയുമ്പോൾ ആക്ച്വലി നിങ്ങൾ ഏത് കാര്യം വിചാരിച്ചാലും നടത്തിയെടുക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരാളായിട്ട് അവർ കാണുന്നുണ്ട്. പക്ഷേ നിങ്ങളിപ്പോൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന ആൾ നിങ്ങളെ വളരെയധികം ആഴത്തിൽ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. ഓക്കെ, നിങ്ങളുടെ പ്രസൻസൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കും. അപ്പോൾ അവർ നിങ്ങളെ അവരുടെ കൂടെ നിർത്താനൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് എപ്പോഴും എല്ലാത്തിൻ്റെയും ബെസ്റ്റ് കിട്ടണം എന്ന് വിചാരിക്കുന്നുണ്ട് അവർ. ഏത് കാര്യത്തിന് പോയാലും അതിൻ്റെ ബെസ്റ്റ്. ഇപ്പോൾ നിങ്ങൾ സ്നേഹത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, അവരുടെ സമയമൊക്കെ നിങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാറുണ്ട് ആ ഒരു വ്യക്തികൾ. ഓക്കെ, അവർ ഇപ്പോൾ നിങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞ് ഒരു എന്താ പറയുക, ഒരു ഡ്രീമി ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ പോലും, നമുക്ക് സ്വപ്നത്തിൽ മാത്രമേ നടക്കുള്ളൂ നമ്മൾ വിചാരിക്കുന്ന കാര്യമാണെങ്കിൽ പോലും നിങ്ങൾക്ക് നേടിത്തരാൻ വേണ്ടിയിട്ട് ആ ഒരു വ്യക്തിക്ക് താല്പര്യമായിരിക്കും. സോ നിങ്ങൾ അത്ര പ്രഷ്യസ് ആയിട്ടാണ് അവർ കാണുന്നതെന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അവർ വിചാരിക്കുന്നത് അവർ നിങ്ങളെ ശരിക്കും ലൈഫിൽ പ്രൊട്ടക്റ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഓക്കെ, അവർ നിങ്ങളെ അഗാധമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. അവർ അത് പറയുക മാത്രമല്ല, അങ്ങനെ പ്രവർത്തിക്കുകയും കൂടി ചെയ്യുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പോലും നിങ്ങൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾക്കായിട്ട് തരണം എന്നാണ് അവർ വിചാരിക്കുന്നത്. സോ അവരുടെ ഒരു ഹയസ്റ്റ് പ്രയോറിറ്റി എന്ന് പറയുന്നത് നിങ്ങളായിരിക്കും. ഓക്കെ, നിങ്ങളൊരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് വില കൊടുത്തു, അല്ലെങ്കിൽ എത്ര ഹാർഡ് വർക്ക് ചെയ്യും അതിലേക്ക് എത്താൻ കപ്പാസിറ്റി ഉള്ളൊരു വ്യക്തിയായിട്ട് നിങ്ങളെ അവർ മനസ്സിലാക്കുന്നുണ്ട്. ആക്ച്വലി നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു എന്താ പറയുക, വീൽ അത് നിങ്ങളുടെ കയ്യിൽ തന്നെയാണെന്ന് പറയണം. ലൈക്ക് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് സമ്പാദിക്കാൻ കഴിവുള്ളൊരു വ്യക്തിയായിട്ട് അവർ നിങ്ങളെ കാണുന്നുണ്ട്. അത് നിങ്ങളുടെ
ഇഷ്ടങ്ങളെ ഫോളോ ചെയ്ത് പോയി അതിൽ നിന്ന് സമ്പാദിക്കാൻ കഴിവുള്ളൊരു വ്യക്തിയാണ്. ആക്ച്വലി നിങ്ങളുടെ ലൈഫിൻ്റെ വീല് അല്ലെങ്കിൽ അതിൻ്റെ ഡയറക്ഷൻ തീരുമാനിക്കുന്നത് നിങ്ങൾ തന്നെയാണ്. എങ്ങനെ നിങ്ങളുടെ ലൈഫ് പോകണം എന്ന് തീരുമാനിക്കാൻ കഴിവുള്ളൊരു വ്യക്തിയായിട്ടാണ് അവർ നിങ്ങളെ കാണുന്നത്. എന്തായാലും നിങ്ങൾ വിചാരിക്കുന്ന അല്ലെങ്കിൽ പൊതുവേ മറ്റുള്ള ആളുകൾക്ക് നിങ്ങളെ വളരെ ഇഷ്ടമാണെന്ന് വേണം കരുതാൻ. നിങ്ങളൊരു ഹൈ ക്ലാസ് ആയിട്ടുള്ള ആളായിട്ടാണ് മറ്റുള്ളവർ കരുതുന്നത്. അതായത് നിങ്ങളുടെ പെരുമാറ്റം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത കാര്യങ്ങൾ കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ നിങ്ങൾ വരുത്തിയ മാറ്റങ്ങൾ കൊണ്ടായിരിക്കാം നിങ്ങളെ ഒരു ഹൈ ക്ലാസ് ആയിട്ടുള്ള ആളായിട്ടാണ് മറ്റുള്ളവർ കാണുന്നത്. ഇനി രണ്ടാമത്തെ കാർഡ് നോക്കുകയാണെങ്കിൽ, നിങ്ങൾ മനസ്സിൽ വിചാരിച്ച വ്യക്തി അല്ലെങ്കിൽ മറ്റുള്ളവർ അവർ നിങ്ങളോട് വളരെയധികം സത്യസന്ധത കാണിക്കുന്നുണ്ടായിരിക്കും. കാരണം നിങ്ങളോട് സത്യസന്ധത കാണിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു വ്യക്തിയാണ്, നിങ്ങളോട് സത്യസന്ധത കാണിക്കാവുന്നൊരു വ്യക്തിയാണെന്ന് അവർ വിചാരിക്കുന്നുണ്ട്. ആ വ്യക്തിക്ക് നിങ്ങൾ വിജയിച്ച് കാണാൻ വളരെയധികം ആഗ്രഹമുണ്ട്. നിങ്ങളുടെ ലൈഫിൽ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ ഇറങ്ങുമ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് കുറച്ചുകൂടി ബെറ്റർ ആക്കാൻ വേണ്ടി ഇറങ്ങുമ്പോൾ നിങ്ങളെ വളരെയധികം സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ആളായിരിക്കും. അല്ലെങ്കിൽ നിങ്ങളോട് ചില ഐഡിയാസൊക്കെ പറഞ്ഞു തരുന്ന ആൾക്കാരായിരിക്കും. ഇങ്ങനെ ചെയ്ത് നോക്കൂ, അല്ലെങ്കിൽ ഇങ്ങനെ ലൈഫിൽ മാറ്റങ്ങൾ വരുത്തി നോക്കൂ, അങ്ങനെയൊക്കെ പറഞ്ഞു തരുന്ന ഒരു ആളായിരിക്കും. അപ്പം നിങ്ങളുടെ ലൈഫ് വളരെ നല്ലതാവണമെന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയാണിത്. നിങ്ങളൊരു കാര്യത്തിന് വേണ്ടി മുന്നിട്ട് ഇറങ്ങുമ്പോൾ അവരോട് എന്ത് കാര്യം, അതിന് അസിസ്റ്റൻസ് ചോദിച്ചാലോ അല്ലെങ്കിൽ എന്ത് കാര്യത്തിനാണെങ്കിലും അവർ മുന്നിൽ കാണും നിങ്ങളോടൊപ്പം. ഓക്കെ, അതായത് അതിൻ്റെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കാനായിട്ടായിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങളുടെ എന്തെങ്കിലും ഒരു ഹെൽപ്പ് ആയിക്കോട്ടെ. ഓക്കെ, അപ്പോൾ അവരുടെ ആ ഒരു ലോയൽറ്റി, നിങ്ങളോട് കാണിക്കുന്ന ആ ഒരു ലോയൽറ്റി എന്ന് പറയുന്നത് ജെന്യൂനാണ്. ഓക്കെ, നിങ്ങളുടെ കാര്യങ്ങളിൽ അവർ ശരിക്കും കെയർ ചെയ്യുന്നുണ്ട്. അവർ കാണിക്കുന്ന കെയർ എന്ന് പറയുന്ന അഭിനയമൊന്നുമല്ല. ആക്ച്വലി നിങ്ങളുടെ ലൈഫ് ഒരുപാട് മാറണമെന്ന് അവർ ആഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ ലൈഫിലേക്ക് അവർ ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ വിചാരിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ആളുകൾക്ക് നിങ്ങൾ വളരാൻ അല്ലെങ്കിൽ ഗ്രോ ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരാളാണെന്നുള്ള പൂർണ്ണ ബോധ്യമുണ്ട്. ഓക്കെ, ഇപ്പോൾ നിങ്ങളുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, അതിൽ ഒരുപാട് പൊട്ടൻഷ്യലുണ്ട്, അതൊരുപാട് വളരേണ്ട ഒരു ബന്ധമാണെന്ന് അവർ തോന്നുന്നുണ്ട്. സോ നിങ്ങളുമായിട്ടൊരു സോളിഡ് ആയിട്ടുള്ള ഫൗണ്ടേഷനാണ് അവർ ആഗ്രഹിക്കുന്നത്. അതായത് നിങ്ങൾ ഉറപ്പുള്ള ഒരു ആത്മബന്ധമാണ് ഈ ഒരു വ്യക്തി നിങ്ങളുമായിട്ട് ആഗ്രഹിക്കുന്നത്. ആൻഡ് അവർക്ക് നിങ്ങൾ അവരുടെ ലൈഫിൽ വന്ന് ശരിക്കും അവരുടെ ഒരു പ്രിവിലേജാണ്, അവരുടെ ലക്കാണ് നിങ്ങളെപ്പോലെ ഒരാൾ അവരുടെ ലൈഫിൽ വന്നതെന്ന് അവർ കരുതുന്നുണ്ട്. ഓക്കെ, അവരുടെ ലൈഫിൽ ഒരു ബ്ലെസ്സിങ് ആയിട്ട് അവർ നിങ്ങളെ കാണുന്നുണ്ട്. ഈ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ വിചാരിക്കുന്നതെന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സിന് വളരെയധികം സമാധാനം കിട്ടുന്ന ഒരു സ്പേസ് ആയിരിക്കും നിങ്ങളെന്ന് പറയുന്നത്. ആ വ്യക്തിക്ക് എന്തൊരു പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങളോട് ഷെയർ ചെയ്താൽ അവർക്ക് ഭയങ്കരമായിട്ട് മനസ്സമാധാനം കിട്ടും. ഓക്കെ, അവരുടെ ഒരു സെക്യൂർഡ് ആയിട്ടുള്ള സ്ഥലമാണ് നിങ്ങളെന്ന് പറയുന്നത്. അവർക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും ഒന്ന് ഓടി വരാൻ, അല്ലെങ്കിൽ അവർക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാൻ നിങ്ങളുടെ സമീപനം, അതൊക്കെ അവർക്ക് വളരെയധികം പ്രഷ്യസ് ആണ്. വളരെ വിലമതിക്കാനാവാത്ത ഒരു സ്പേസ് ആയിട്ടാണ് നിങ്ങളുടെ സാന്നിധ്യം ആ ഒരു വ്യക്തി കാണുന്നത്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ എങ്ങനെയാണോ, നിങ്ങൾ എന്താണോ അതങ്ങനെ തന്നെ അക്സെപ്റ്റ് ചെയ്ത് നിങ്ങളെ സ്നേഹിക്കുന്ന ആളുകളാണ് നിങ്ങൾ വിചാരിക്കുന്ന ആ ഒരു വ്യക്തി, അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ആളുകൾ. നിങ്ങളുടെ പ്രസൻസ് അവർക്ക് വളരെയധികം കോൺഫിഡൻസ് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എങ്ങനെയാണോ, അതായത് നിങ്ങളുടെ കോൺഫിഡൻസ് എത്രത്തോളമാണോ അതേ കോൺഫിഡൻസ് അവർക്കും കിട്ടുന്നുണ്ട് നിങ്ങളുടെ പ്രസൻസ് ഉള്ളപ്പോൾ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ സാന്നിധ്യം വളരെയധികം അവർക്ക് ഇഷ്ടമാണ്. നിങ്ങളുടെ അപ്സിലും ഡൗൺസിലും ഒക്കെ നിങ്ങൾ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുമ്പോൾ മാത്രമല്ല, നിങ്ങളുടെ ഡൗൺ പോയിൻറ്റ്സിലും, നിങ്ങൾ തകർന്നു പോകുന്ന സമയത്തും, നിങ്ങൾ മാനസികമായിട്ടായിക്കോട്ടെ, നിങ്ങളുടെ പ്രതീക്ഷയറ്റ് പോകുന്ന സമയത്തായിക്കോട്ടെ ഒക്കെ ഇവർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാറുണ്ട്. നിങ്ങളുടെ ഈ ചുറ്റുപാടുമുള്ള ആളുകളെക്കുറിച്ച് നിങ്ങൾ ആരെക്കുറിച്ചാണോ വിചാരിക്കുന്നത് ആ വ്യക്തി നിങ്ങളെ അപ്സ് ആൻഡ് ഡൗൺസിൽ നിങ്ങളുടെ കൂടത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. കാരണം അവർക്കറിയാം നിങ്ങളുടെ തമ്മിലുള്ള ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ലെങ്കിൽ ആ ഒരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ ബേസ് ആയിട്ടുള്ള ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് വിശ്വാസമാണ്, സ്നേഹമാണെന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ഒരു പടി താഴേക്ക് പോയെന്ന് വിചാരിച്ച് അവരുടെ സ്നേഹമോ വിശ്വാസമോ നിങ്ങളോടുള്ളത് നഷ്ടപ്പെടുന്നില്ല. ഇപ്പോൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന വ്യക്തി നിങ്ങളെ കാണുന്നത് അവരുടെ സോൾമേറ്റ് ആയിട്ടാണ്. അവർ നിങ്ങളുടെ ലൈഫിൽ കുറച്ച് കാലത്തേക്ക് മാത്രം വന്നിട്ട് പോകാനുള്ളൊരു വ്യക്തിയല്ല. അവർ ഈ ഒരു റിലേഷൻഷിപ്പ് ലൈഫ് ലോങ് ആയിട്ട് കാണുന്ന ആളുകളാണ്. ശരിക്കും നിങ്ങളുമായിട്ടുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് വളരെ ഡീപ്പായിട്ട് ഒരു സോൾ കണക്ഷനാണ് നിങ്ങൾ തമ്മിലുള്ളത്. എന്താ പറയുക, വളരെ റെയർ ആയിട്ടുള്ള ഒരു ബന്ധമായിരിക്കും ഇതെന്ന് പറയുന്നത്.
പക്ഷേ നിങ്ങൾക്ക് മാത്രമേ ആ ഒരു ബന്ധത്തിൻ്റെ ആഴം മനസ്സിലാവുള്ളൂ. വേറൊരാളെ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കാനൊന്നും പറ്റില്ല. നിങ്ങൾക്ക് അത്രത്തോളം ഡീപ്പ് റിലേഷൻഷിപ്പ് ആയിരിക്കും നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയായിട്ടുള്ളത്. നിങ്ങളുടെ പല കഴിവുകളും അവർ പ്രോത്സാഹിപ്പിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, നിങ്ങളുടെ പല കഴിവുകളും അവരുടെ ലൈഫിൽ അവർക്ക് വളരെ സെക്യൂർഡാണ്, അവർ സേഫ് ആണെന്ന് തോന്നാറുണ്ട്. അല്ലെങ്കിൽ അവരുടെ ലൈഫ് സ്റ്റേബിൾ ആയിരിക്കുന്നത് നിങ്ങളുടെ സാന്നിധ്യം കൊണ്ടാണെന്ന് അവർക്ക് ഫീൽ ചെയ്യാറുണ്ട്. ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ സാന്നിധ്യം അല്ലെങ്കിൽ നിങ്ങളും കൂടി ഉണ്ടെങ്കിൽ അവരുടെ ലൈഫ് കംപ്ലീറ്റ് ആവുള്ളൂ എന്ന് അവർ വിചാരിക്കുന്നുണ്ട്. അവർ ഈ ഒരു തരത്തിലുള്ള ഒരു സന്തോഷം മറ്റൊന്നുമായിട്ടും ഷെയർ ചെയ്യുന്നുണ്ടാവില്ല. നിങ്ങളുടെ പ്രസൻസിൽ മാത്രമായിരിക്കും അവർ ഇത്രയും സന്തോഷിക്കുന്നതും അവർക്ക് ഇത്രയും ഫുൾഫിൽമെൻ്റ് ഒക്കെ ഉണ്ടാവുന്നതും ഒക്കെ. ഇനി ഈ ഒരു വ്യക്തി നിങ്ങളെ കാണുന്നത് എങ്ങനെയാണ് എന്ന് നോക്കുമ്പോൾ പേജ് ഓഫ് പെൻറ്റക്കിൾസ് കിട്ടിയിട്ടുണ്ട്. അതായത് നിങ്ങൾ ലൈഫിൽ വളരെയധികം ആംബീഷ്യസ് ആയിട്ടുള്ള പുതിയ കാര്യങ്ങൾ പഠിക്കാൻ അല്ലെങ്കിൽ പുതിയ കാര്യങ്ങൾ തേടിപ്പോവാൻ, നിങ്ങളുടെ ഒരു ആഗ്രഹത്തിന് വേണ്ടി മുന്നിട്ട് പോവാൻ തയ്യാറായിട്ടുള്ള കപ്പാസിറ്റി ഉള്ള, അങ്ങനെ മടുപ്പോടുകൂടിയൊന്നും ഇരിക്കില്ല. അതായത് നിങ്ങളൊരു കാര്യത്തിന് വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഇട്ടിട്ട് പോകുന്ന അങ്ങനെയൊന്നുമല്ല. വളരെയധികം പോസിറ്റീവായിട്ട് എനിക്കിത് വേണം എന്ന ആഗ്രഹത്തോടു കൂടി തന്നെ മുന്നോട്ട് പോകുന്നൊരു വ്യക്തിയായിട്ടാണ് നിങ്ങളെ കണ്ടിട്ടുള്ളത്. നിങ്ങൾ മനസ്സിൽ വിചാരിച്ചിരിക്കുന്ന ആ ഒരു വ്യക്തി നിങ്ങളുടെ പല നേട്ടങ്ങളുടെയും ഫൗണ്ടേഷൻ കെട്ടിയിരിക്കുന്ന ആ ഒരു വ്യക്തി, ആ ഒരു വ്യക്തിയുടെ സപ്പോർട്ടിലായിരിക്കും മേ ബി നിങ്ങൾ പല കാര്യത്തിലേക്കും ഇറങ്ങിയിട്ടുണ്ടാവുക. നിങ്ങൾ വളരെയധികം ലോയൽ, നിങ്ങളെ ഭയങ്കര വിശ്വസിക്കാൻ കൊള്ളാവുന്ന ഒരാളാണെന്നും ഓക്കെ എന്താ പറയുക, നിങ്ങളുടെ ചില സ്വഭാവങ്ങളും ഒക്കെ ഇവരെ നിങ്ങളിലേക്ക് വലിച്ചടുപ്പിക്കുന്നുണ്ടെന്ന് വേണം കരുതാൻ. നിങ്ങളുടെ മറ്റുള്ള ആളുകൾക്ക് ഇടയിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു പോസിറ്റിവിറ്റി, ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഒക്കെ ഈ ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട്. അതൊക്കെ അവരെ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ നടക്കുന്നതാണെന്ന് അവർ പരിപൂർണമായിട്ടും വിശ്വസിക്കുന്നുണ്ട്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങളുടെ സ്വപ്നങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ആളാണ് എന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. അതായത് നിങ്ങളുടെ എന്ത് സ്വപ്നമുണ്ടോ അത് റിയാലിറ്റി ആക്കി എടുക്കാൻ നിങ്ങൾ പരിശ്രമിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. ലൈഫിൽ നിങ്ങൾക്ക് എന്തൊക്കെ വേണോ, നിങ്ങളുടെ എന്തൊക്കെയാണോ നിങ്ങളുടെ ആഗ്രഹങ്ങൾ, അതൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അട്രാക്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് നടത്തിയെടുക്കാനുള്ള എനർജി ഉള്ള ആളുകളാണ് നിങ്ങൾ. ഒരു പ്രശ്നം വരുമ്പോൾ അതിൻ്റെ എക്സാക്റ്റ് സൊല്യൂഷൻ കണ്ടെത്താൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ. എന്താണോ ശരിക്കും വേണം, ശരിക്കും നിങ്ങൾ തന്നെയായിരിക്കും അതിന് വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് അതിനൊരു സൊല്യൂഷൻ കൊണ്ടുവരുന്നത്. ശരിക്കും നിങ്ങളെ ആ ഒരു വ്യക്തി കാണുന്നത് അവർക്കൊന്ന് തല ചായ്ക്കാൻ പറ്റുന്ന ഒരു തോളായിട്ടാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു സിറ്റുവേഷൻ, ഒരു വല്ലാത്ത സിറ്റുവേഷനൊക്കെ വരുമ്പോൾ അവർക്കൊന്ന് തല ചായ്ക്കാൻ പറ്റുന്ന ഒരു ബന്ധമായിട്ടാണ് നിങ്ങളെ കാണുന്നത്. നമുക്ക് ഒരു പ്രശ്നം വരുമ്പം എല്ലാവരുടെയും തോളിൽ തല ചായ്ക്കാൻ ആളുകൾക്ക് പറ്റില്ല അല്ലേ. അത്രത്തോളം ഒരു ഡീപ്പ് കണക്ഷൻ ആണെങ്കിൽ മാത്രമായിരിക്കും അങ്ങനെ പറ്റുക. അത് ആ ഒരു വ്യക്തി നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ്. ആൻഡ് ഫൈനലി ആ ഒരു വ്യക്തി നിങ്ങളെ കാണുന്നത് ഒരു പൊട്ടൻഷ്യൽ പാർട്ട്ണറായിട്ടാണ്. അതായത് നിങ്ങളുടെ കൂടെ ഒരുപാട് കാലം ഉണ്ടാവാൻ ചാൻസ് ഉള്ളൊരു വ്യക്തിയായിരിക്കും അത്. അല്ലെങ്കിൽ നിങ്ങളെ എങ്ങനെയാണ് അവർ കാണുന്നത്, നിങ്ങളുടെ ഒരു ബന്ധം ഒരുപാട് കാലത്തേക്ക് ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഒരാളായിട്ടാണ് അവർ നിങ്ങളെ കാണുന്നത്. നിങ്ങൾ ഒരുമിച്ചുണ്ടാവുന്ന സമയത്ത് നിങ്ങളുടെ ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ ആ ഒരു വ്യക്തിക്ക് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ ഒരുമിച്ചുണ്ടാവുമ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകാൻ പോകുന്ന പല ഗുണങ്ങളും ആ ഒരു വ്യക്തി ആലോചിക്കുന്നുണ്ടായിരിക്കും. ഇനി ഒരു റിസ്ക് ആണെങ്കിൽ പോലും നിങ്ങളുടെ കൂടെ നിൽക്കാൻ ആ ഒരു വ്യക്തി തയ്യാറാണ്. എന്ത് റിസ്ക്കും നിങ്ങളുടെ കൂടെ നിൽക്കാൻ ആ വ്യക്തി എടുക്കും. ഓക്കെ, അവർക്ക് നിങ്ങളുടെ കൂടെയുള്ള ഒരു ലൈഫ് ജേണി വളരെ എക്സൈറ്റ് ചെയ്യിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അതുമായിട്ട് മുന്നോട്ട് പോകാൻ അവർ വളരെയധികം ആഗ്രഹിക്കുന്നു. ഒരു ജേണി ആയിട്ട് തന്നെ നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ഒരുമിച്ച് ഒരു യാത്ര, അങ്ങനെയാണ് ആ ഒരു വ്യക്തി വിചാരിക്കുന്നത്. രണ്ടുപേരും ഒരുമിച്ചായിരിക്കണം എന്ന് ആ ഒരു വ്യക്തി വിചാരിക്കുന്നുണ്ട്. നിങ്ങൾ എന്തായാലും അവരുടെ ഫ്യൂച്ചറായിട്ട് തന്നെയാണ് അവർ കാണുന്നത്. ഇപ്പോൾ നിങ്ങളൊരു റിലേഷൻഷിപ്പിലാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളെ അവരുടെ ഭാവി പങ്കാളിയായിട്ട് തന്നെയാണ് ആ ഒരു വ്യക്തി കാണുന്നത്. ഓക്കെ, അവർ ചില മുന്നോട്ടുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ചില നെക്സ്റ്റ് മൂവ് നമ്മൾ പറയില്ലേ, ലൈഫിൽ ഒരു ഘട്ടം കഴിഞ്ഞ് മറ്റൊരു ഘട്ടത്തിലേക്ക് പോകാനുള്ള ഒരു ചാൻസ് കാണുന്നുണ്ട്. ഉറപ്പായിട്ടും നിങ്ങളെയും ആ ഒരു സമയത്ത് ഈ ഒരു വ്യക്തി കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ,
ഒരു പോസിറ്റീവ് ഔട്ട്കമ്മിലേക്ക് ഈ ഒരു ബന്ധം അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ഒരു കാര്യം പോകണം എന്ന് ഈ ഒരു വ്യക്തി കാണുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ ഒരുമിച്ച് ഗ്രോ ചെയ്യണം എന്നാണ് ആ ഒരു വ്യക്തി വിചാരിക്കുന്നത്. എല്ലാ എന്താ പറയുക ചലഞ്ചുകളും അല്ലെങ്കിൽ എല്ലാ പോസിബിലിറ്റിയും ഒരുപോലെ ഒരുമിച്ച് നേരിടണം എന്ന് വിചാരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, അവർക്ക് എന്ത് കാര്യം ചെയ്യുമ്പോഴും അതിൽ നിങ്ങളെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള എന്ത് കാര്യം ചെയ്യുമ്പോഴും അവർക്ക് അതിന് മുമ്പ് ഒരു ക്ലിയർ പിക്ചർ ഉണ്ടാവുന്നുണ്ട് മനസ്സിൽ. ഓക്കെ, അപ്പോൾ ഈ ഒരു വ്യക്തി അതാരായാലും ശരി, കൂടുതലും നിങ്ങളുടേതൊരു ലവ് റിലേഷൻഷിപ്പ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇനി അതൊരു ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും ശരി, അതാരായാലും ശരി, നിങ്ങളെ നല്ല ഒരു വ്യക്തിയായിട്ട് അല്ലെങ്കിൽ നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരാളാണ് നിങ്ങളുടെ കൂടെ ഉള്ളത് അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റിലുമുള്ളത്. ഒരുപോലെ ഒരുമിച്ച് ഒരു ഫാമിലി ആയിട്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. എന്തായാലും നിങ്ങളെന്താണോ അല്ലെങ്കിൽ നിങ്ങളുടെ ശരിക്കുള്ള പൊട്ടൻഷ്യൽ എന്താണോ, ചിലപ്പോൾ നിങ്ങളുടെ കഴിവുകളെ മനസ്സിലാക്കുന്നില്ലെങ്കിൽ കൂടി ഈ ഒരു വ്യക്തി നിങ്ങളുടെ കഴിവുകളെ നല്ല രീതിയിൽ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളുടെ കൂടെയുള്ളത്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് എന്നാണ് പറയാനുള്ളത്. സോ ഇന്നത്തെ റീഡിംഗ് ഇതാണ്. നമുക്ക് മറ്റൊരു റീഡിങ്ങുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.